ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. എന്റെ അച്ഛൻ അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറ് അവിടുത്തെ INGCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ അച്ഛൻ INGCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അങ്ങനെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം. കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSUവിന്റെ ഒരു മെമ്പറോ അംഗമോ ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ ആ പാനലിൽ ആർട്സ് കൗൺസിൽ സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് പക്ഷെ പിന്നീട് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ CPMന്റെ ഒരു സഹയാത്രികനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഒരിക്കലും CPMന്റെ ഒരു മെമ്പർ ആയിരുന്നില്ല ഞാൻ. എന്റെ ചില നിലപാടുകളും എന്റെ ചില അഭിപ്രായങ്ങളും ഫാസിസത്തിന് എതിരെയൊക്കെയുള്ള എന്റെ ചില വിമർശനാത്മകമായ പ്രസംഗങ്ങളും ഇതെല്ലാം കണ്ടിട്ടൊക്കെ ആകണം. ഒരുപക്ഷെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ച് ചില വേദികൾ പങ്കിടുന്നു. അന്ന് എൻ്റെ ചില ലേഖനങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ വരുന്നു. ഇന്ധന വില വർധനവിന് എതിരെ, കർഷക സമരത്തിന്, അങ്ങനെയുള്ള ലേഖനങ്ങൾ കാണുന്നു. അപ്പം ഇങ്ങനെ ഉള്ള ഈ മേഖലയിൽ നിന്നൊരാൾ നമ്മുടെ ഓരോ ആശയങ്ങളോടുമായി യോജിച്ചു നിൽക്കുന്ന ആളെന്നൊക്കെ ഉള്ള ഒരു പരിഗണനയിലാകാം അദ്ദേഹം എന്നോട് ഈ ഒരു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതൊന്നും എനിക്ക് പറ്റുന്ന ഒരു രീതിയുമല്ല. എനിക്ക് സ്വതന്ത്രമായി എൻ്റെ അഭിപ്രായങ്ങൾ നിർഭയം സ്വതന്ത്രമായി എവിടെയും പറയാനുള്ള ആ ഒരു ആർജവത്തോടു കൂടി അതിനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോഴും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ എന്നുള്ളത് ഞാനങ്ങനെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ കുറച്ച് കാലം സ്വസ്ഥമായി ഇങ്ങനെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് എഴുത്തും വായനയൊക്കെ ഉണ്ട്. അടുത്ത കാലത്ത് എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. കുറച്ച് മുമ്പാണ്, ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞ് DC ബുക്സ്. അതിപ്പോൾ 6ാമത്തെ പതിപ്പിൽ വന്നിട്ടുണ്ട്, 6ാമത്തെ പതിപ്പിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തുമൊക്കെ ആയിട്ടാണ് ഞാൻ, അതിലൊക്കെയാണ് എനിക്കൊരു താല്പര്യം. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഒരു മേഖലയുമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചെന്തെങ്കിലും അങ്ങനെ ജീവിതത്തെ സമീപിക്കുന്ന ഒരാളല്ല. ഞാൻ തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഞാൻ വിചാരിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അതീതമായി ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. എൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നതാണ്. അപ്പോൾ ദൈവവിശ്വാസി എന്നുള്ള നിലയ്ക്ക് ദൈവനിശ്ചയപ്രകാരം, മുൻ നിശ്ചയിച്ച പ്രകാരം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും എത്രയോ കാലമായിട്ട് പറയുന്ന ഒരാളാണ്. താങ്ക് യു.